കാലവർഷം എത്തുന്നതോടൊപ്പം രൂപപ്പെട്ടിരിക്കുന്ന പ്രത്യേക അന്തരീക്ഷ ചുഴി ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. തുടർച്ചയായ മഴ മലയോര മേഖലകളെ വീണ്ടും ഭീതിയിലാഴ്ത്തുകയാണ്. മുൻ വർഷങ്ങളിലെ ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. സാധാരണയായി മെയ് അവസാന വാരമോ ജൂൺ ആദ്യവാരമോ എത്താറുള്ള കാലവർഷം ഇത്തവണയും കൃത്യസമയത്ത് തന്നെ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ ഇതോടൊപ്പം രൂപപ്പെട്ടിരിക്കുന്ന പ്രത്യേക അന്തരീക്ഷ ചുഴിയാണ് ഇപ്പോൾ കൂടുതൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. തെക്കൻ കേരള തീരത്തോട് ചേർന്ന തെക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിൽ ശക്തമായ ചക്രവാത ചുഴി നിലനിൽക്കുകയാണ്. ഇതാണ് പെട്ടെന്ന് മഴ പെയ്തു തിമിർക്കാൻ കാരണമെന്നാണ് ശാസ്ത്രജ്ഞരുടെ വിലയിരുത്തൽ. ഇന്ന് തെക്കൻ ജില്ലകളിലാണ് മഴ എത്തുന്നതെങ്കിൽ നാളെയോടെ കാലവർഷം വടക്കൻ കേരളത്തിലേക്ക് കൂടുതൽ ശക്തിയോടെ തന്നെ വ്യാപിക്കും. നാളെ വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും തെക്കൻ ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചത്. മഴയ്ക്കൊപ്പം മണിക്കൂറിൽ കിലോമീറ്ററുകൾ വേഗതയിലുള്ള ശക്തമായ കാറ്റിനുള്ള സാധ്യതയുമുണ്ട്. കേരള തീരത്തെത്തുന്നതോടെ തെക്കു പടിഞ്ഞാറൻ തെക്കു കിഴക്കൻ അറബിക്കടലിന്റെ കൂടുതൽ ഭാഗങ്ങൾ, ലക്ഷദ്വീപ്, തമിഴ്നാടിന്റെ ചില പ്രദേശങ്ങൾ, ബംഗാൾ ഉൾക്കടലിന്റെ വിവിധ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലേക്കും കാലവർഷം വേഗത്തിൽ വ്യാപിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. മഴ കനക്കുമെന്ന സൂചനയുള്ളതിനാൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള കർശനമായിട്ടുള്ള വിലക്കും തുടരുകയാണ്. കടൽ അതീവ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ യാതൊരു കാരണവശാലും കടലിൽ പോകരുത് എന്നുള്ള നിർദ്ദേശവുമുണ്ട്. തുടർച്ചയായി മഴ മലയോര മേഖലകളെ വീണ്ടും ഭീതിയിലാഴ്ത്തുകയാണ്. മുൻ വർഷങ്ങളിലെ ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ തന്നെയാണ് പുറപ്പെടുവിച്ചത്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിലിന് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശമനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് അടിയന്തരമായി തന്നെ മാറി താമസിക്കണം. നദിക്കരകളിൽ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതുണ്ട്. ദുരന്ത സാധ്യത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നുവെന്നും ഉറപ്പാക്കണം. ഇത്രയും കാര്യങ്ങളാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത്. രാത്രികാലങ്ങളിലെ യാത്രാ ദുരിതവും അപകട സാധ്യതയും ഒഴിവാക്കാൻ പകൽ സമയത്ത് തന്നെ ആളുകൾ ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കണമെന്ന മുന്നറിയിപ്പിൽ വ്യക്തമാകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ മഴ ശക്തമായി തന്നെ തുടർന്നാൽ സംസ്ഥാനം വീണ്ടും പ്രളയസമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങിയേക്കുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ ജനങ്ങളുള്ളത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.